ഹായ് നമസ്കാരം. എല്ലാവർക്കും ഡിവൈൻ 696 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കരിയർ ഗൈഡൻസ് ആണ്. ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങൾക്കൊരു പുതിയ അവസരമാണ് വരുന്നത്. നിങ്ങളുടെ ജോലിയിൽ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നു. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ കരിയറിൽ. ഇതൊരു ലക്കാണ് കൊണ്ടുപോയി തരുന്നത്. അതായത് അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഒരു 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സമൃദ്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഈ മാറ്റം നിങ്ങളിലേക്ക് ഒരു സമ്പൽ സമൃദ്ധിയാണ് കൊണ്ടുപോയി തരുന്നത്. അടുത്ത കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്നാണ് പറയുന്നത്. ഒരു യോദ്ധാവിനെ പോലെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഈ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളും കൊണ്ടുപോയി തരുമെന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് വരുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. കിങ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംരംഭകനാകാനുള്ള ഒരു എനർജിയാണ്. ആ എനർജിയിൽ ശരിക്കും കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ എല്ലാത്തിലും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡാണത്. നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണോ, എത്രമാത്രം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണോ, നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ പ്രതിബന്ധങ്ങളെയൊക്കെ നമ്മൾ വലിയ ഇഷ്യൂസാക്കി എടുക്കാതെ നമ്മളതൊരു മനസ്സിലതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് ഇതെല്ലാം മുമ്പോട്ടേക്കുള്ളൊരു പോക്കിന് ഇതെല്ലാം ഉണ്ടാകും നമ്മുടെ ലൈഫിൽ എന്ന് നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുക. നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സമ്പൽ സമൃദ്ധിയാണ്. അതായത് പാരമ്പര്യ സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത് കിട്ടാനുള്ള ഒരു അവസ്ഥകൾ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഒരു സമ്പത്തിൻ്റേതായൊരു വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. വളരെ ഈ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും കൊണ്ടുപോയി തരുന്ന മാറ്റമാണ് ഈ കരിയറിൽ എന്നാണ് വിശ്വസിക്കേണ്ടത്. അടുത്ത കാർഡ്സ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് വാൺസ് ആണ്. നിങ്ങളൊരു വളരെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ലീഡറായിരിക്കാൻ ശോഭിക്കാൻ പറ്റിയ ഒരാളാണ്. നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമാണ്. ഒരു നേതൃത്വ പാഠമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുമെന്ന് തന്നെ പറയാം. സ്ഥിരതയുള്ളൊരു സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് പറയാം. സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ കാർഡ്സ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കരിയറാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. മാറ്റങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതിന് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുത്തേക്കുക, അല്ലെങ്കിൽ നിങ്ങളത് വിട്ട് കളഞ്ഞേക്കുക. താങ്ക് യു.